കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നാളെ അവന്റെ അനിയത്തിയുടെയും എന്റെ മകന്റെയും കല്യാണമാണ്. എന്റെ അനിയത്തിയുടെ കല്യാണത്തെ എങ്ങനെയെങ്കിലും മുടക്കണം. മുടക്കേ പറ്റൂ. ഇനി രണ്ടുപേരും ഐശ്വര്യമായിട്ട് പോയി വസ്ത്രങ്ങൾ മാറിയിട്ട് വരിക. ഇനി മോളങ്ങാട്ട് പിടിക്കുക. അച്ഛാ, ഡ്രസ് ഇവിടെ നിന്ന് തന്നെ മാറണോ? എടാ മന്ദകുത്തി, റൂമിൽ പോയി മാറ്റിട്ട് വാടാ. ഓ, റൂമിൽ പോയി മാറ്റണോ? ആ അതെ, കല്യാണ പെണ്ണെ കൊണ്ടോ. ഹലോ സാർ, അവൻ രക്ഷപ്പെട്ട് കളഞ്ഞു സാർ. രക്ഷപ്പെട്ടെന്നോ? അമ്മാവ, ഒരു തവണ എനിക്ക് ഏട്ടനോട് സംസാരിക്കണം. ഏട്ടനോട് സംസാരിക്കാൻ എനിക്കൊന്ന് ഫോൺ തരുമോ? ഇല്ലല്ല, അതൊന്നും ഇപ്പൊ പറ്റില്ല. അതൊക്കെ പിന്നെ ആവട്ടെ. അമ്മാവൻ പറഞ്ഞതുപോലെ ഞാൻ കല്യാണത്തിന് സമ്മതിച്ചതല്ലേ. ഇനി താലികെട്ടിന് വളരെ കുറച്ച് സമയമല്ലേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് കല്യാണത്തിന് മുമ്പ് എനിക്ക് ഏട്ടനോടൊന്ന് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. ഇപ്പൊ ഇവൾക്ക് അവളുടെ ചേട്ടനോട് സംസാരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവൻ രക്ഷപ്പെട്ടു എന്നറിഞ്ഞാലും ഇവൾ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറും. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അമ്മാവ, ഏട്ടനെ ഒന്ന് ഫോണിൽ വിളിച്ചു തരാമോ? അല്ല മോളെ, കല്യാണം കഴിഞ്ഞ ഉടനെ ഞാൻ തന്നെ നിന്റെ ചേട്ടനെ ഇവിടെ തിരിച്ചു കൊണ്ടുവരാം. ഇല്ല ഇല്ല അമ്മാവ, എനിക്ക് ഏട്ടനോട് സംസാരിച്ചേ പറ്റൂ. എനിക്ക് എന്റെ ഏട്ടനെ കണ്ടേ പറ്റൂ. വീഡിയോ കോൾ ഒന്ന് ചെയ്യൂ അമ്മാവ. ഇപ്പൊ പറ്റില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ നിനക്കാ? കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ തിരിച്ചു കൊണ്ടുവരാന്ന് പറഞ്ഞതല്ലേ നിന്നോട്? എനിക്ക് എന്റെ ഏട്ടനെ കാണണം. അതിന് സാധിച്ചില്ലെങ്കിൽ ഞാൻ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറും. പേടിപ്പിക്കാണോ നീ? പേടിപ്പിച്ചതൊന്നുമല്ല, എനിക്ക് എന്റെ ഏട്ടനോടൊന്ന് സംസാരിക്കണം. പറ്റില്ല. ഏട്ടനോട് എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഉറപ്പായിട്ട് ഇന്നത്തെ ഈ കല്യാണം നടക്കാൻ പോകുന്നില്ല. നീ കല്യാണത്തിൽ നിന്ന് എങ്ങനെ പിന്മാറുമെന്നാ എനിക്കൊന്ന് കാണണം. ഇവിടെ ഞാൻ വിചാരിച്ച കാര്യങ്ങൾ അതേപോലെ നടക്കുന്നില്ല. നമ്മൾ അവിടെ ഒരുത്തനെ പിടിച്ചു വച്ചിട്ടില്ലേ, ആദിത്യൻ. അവനെ കൊന്നേക്ക. വേണ്ടമ്മാവ, ഏട്ടനെ ഒന്നും ചെയ്യല്ലേ. അമ്മാവൻ പറയുന്നത് പോലെ ചെയ്തോളാം. എന്റെ ഏട്ടനെ ഒന്നും ചെയ്യില്ല അമ്മാവ, പ്ലീസ് പ്ലീസ്. ചെന്നിട്ട്
കല്യാണ പന്തലിൽ പോയിരിക്ക. ശരി അമ്മാവ. അവൻ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് തന്നെ വരും. അതിനു മുമ്പ് ചടങ്ങുകളെല്ലാം തീർക്കണം. കഴുത്തിൽ താലി കെട്ടിക്കഴിഞ്ഞാ പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. യാസ്. ഓം സിന്ദൂരാരുണ വിഗ്രഹാന്തൃതനാം മാണിക്യമൗലീസ്ഫുരത്താരാനായക ശേഖരാം സ്മിതമുഖീമവീനപക്ഷോരുഹ പാണിഭ്യാമളി പൂർണ്ണരത്നചഷകം രക്തോൽപലം വിഭ്രതീം സ്തുതേ. തിരുമേനി, എല്ലാ മന്ത്രങ്ങളും ജപിക്കാൻ നിൽക്കണ്ട. പ്രധാന മന്ത്രം ജപിച്ച് താലി എടുത്തു കൊടുക്കുക. പിന്നെ മുറ പോലെ മന്ത്രം ചൊല്ലിയാ ചടങ്ങുകൾ ചെയ്യണ്ടേ. പറഞ്ഞതനുസരിക്ക്. हरि ओम अयं महोत्तरस्य महोत्तरस्तु सुमहोत्तकाले सूर्यादीनां नवानां ग्रहाणां अत्यन्त अनुकूलिता फलसिद्धिरस्तु. ഭവാനി, മോളെ ഭവാനി, तस्य महोत्तरस्तु. ओम ध्रुवं ते राजा वरुणो ध्रुवं देव. ഇനി മോളങ്ങാട്ട് പിടിക്കുക. ഭവാനി എന്റെ ജീവനാടാ. അവളുടെ കഴുത്തിൽ താലി കെട്ടാൻ മാത്രം നിനക്ക് എന്താണ് യോഗ്യത? ഇനി താലി ചാർത്തിക്കൊള്ളുക. तस्य महोत्तरस्तु. ഞാനെന്ന് വെച്ച എന്റെ ഏട്ടന് ജീവനാ. എന്റെ ഏട്ടൻ ജീവനോടെ ഉള്ളപ്പോ എന്റെ ജീവിതത്തിൽ ഒരു മോശ കാര്യങ്ങൾ നടക്കില്ലെന്ന് എനിക്ക് ഉറപ്പാ. പക്ഷെ അദ്ദേഹം വരാൻ പറ്റിയ അവസ്ഥയിലല്ലല്ലോ. ഏയ് താലി കെട്ടുക. എടാ മന്ദബുദ്ധി, താലിയിൽ നോക്കിക്കൊണ്ടിരിക്കാതെ അതങ്ങോട്ട് കെട്ട്. ओम मांगल्यधारण महोत्तरस्य महोत्तरस्तु. सुमहोत्तकाले सूर्यादीनां नवानां ग्रहाणां अत्यन्त अनुकूल्यता फलसिद्धिरस्तु. ओम ध्रुवं എടാ ബുജി, എന്റെ താലി താടാ. പറയുന്ന കേക്ക് ബുജി. വിട വിട ബുജി. ബുജി എടാ ബുജി, ഞാനൊന്ന് കെട്ടിക്കോട്ടെ എന്ന് പറയാമോ? ബുജി ബുജി, ഞാൻ പറയട്ടെ. വിടാനാ പറഞ്ഞേ. എന്നെ കാണിക്കുന്നേ. വിടാനാ പറഞ്ഞേ. കെട്ടടാ താലി. രുദ്ര, എന്റെ കൊച്ചുമോളോട് ദ്രോഹം ചെയ്യല്ലേ. നിക്ക്, വേണ്ട, ഈ താലി കെട്ടണ്ട, കെട്ടണ്ട. ഞങ്ങള് നിങ്ങളുടെ പേരക്കുട്ടിയെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ പോകുന്ന പോലെയാണല്ലോ. ഞങ്ങളെന്താ നരബലി നടത്തുകയാണോ? ആവശ്യമില്ലാത്ത ഓരോ പ്രശ്നങ്ങളുമായിട്ട് വരുന്നു. എന്താ നിങ്ങളൊന്ന് പറഞ്ഞ പോലെയല്ലേ ഞാൻ ഇങ്ങനെ മുമ്പിൽ താലി കെട്ടാൻ വേണ്ടി നിന്നു കൊടുത്തത്? ഇപ്പോഴും അത് തന്നെ നടക്കുന്നത്. ഒരക്ഷരം മിണ്ടാതെ മൂലയ്ക്ക് പോയി നിന്നോണം. ഡോക്ടർ, ശകുന്തളയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. ചാൻസ് വളരെ കുറവാണ്.
ഐ ആം സോറി. നിങ്ങൾ വന്ന് എന്റെ അനിയനെ കൂട്ടിക്കൊണ്ടുപോയി എന്തോ അവനോട് പറഞ്ഞല്ലോ. അത് കഴിഞ്ഞ ഉടനെ എവിടേക്കോ പോകുന്നെന്ന് പറഞ്ഞ് പോയതാ. ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. നിങ്ങൾ എന്താ പറയുന്നത്? ഇവിടെയാ അയച്ചത്. എന്റെ ഭാര്യ ജീവന് വേണ്ടി പോരാടുകയാണ്. ഈ സമയത്ത് എന്റെ മകൻ എവിടേക്കാണ് അയച്ചത് സ്വാമി? സർവജ്ഞാനികളായ നിങ്ങളെപ്പോലെയുള്ളവർക്ക് ദൈവത്തിന്റെ അനുഗ്രഹത്താൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്റെ ഭാര്യയെ രക്ഷിക്കുന്നതിന് ഒരു മാർഗവുമില്ലേ സ്വാമി? നിന്റെ ഭാര്യയെ രക്ഷിക്കാൻ ഇനി ഒരൊറ്റ മാർഗമേ ഉള്ളൂ. ആ വഴിയാണ് മകനെ ഉപദേശിച്ചത്. എന്തു പറഞ്ഞു? സഞ്ജീവനി മാണിക്യം കൊണ്ടുവന്ന അമ്മയുടെ ശിരസിൽ അണിയിച്ചാൽ അവൻ അവന്റെ അമ്മയെ തിരികെ ലഭിക്കുമെന്ന് പറഞ്ഞു. അത് കൊണ്ടുവരാനാണ് അവൻ പോയത്. അതവന് ലഭിച്ചാൽ അവന്റെ അമ്മയെ രക്ഷിക്കാനാകും. ഡോക്ടർ, അമ്മയ്ക്ക് ഭയങ്കര ക്രിട്ടിക്കൽ എന്നാ പറഞ്ഞു. അപ്പൊ ഇനി നാഗമാണിക്യം കിട്ടിയില്ലേ എന്ത് ചെയ്യും? മരണപ്പെടും. അങ്കിൾ, അർജുൻ എത്തി അങ്കിൾ. നീ നാഗമാണിക്ക് അടുക്കാൻ പോയതാണോ? അതെ അച്ഛാ. സ്വാമി, നിങ്ങൾ പറഞ്ഞ ആ നാഗമാണിക്യത്തെ ഞാൻ കൊണ്ടുവന്നു. ഓം നമഃ ശിവായ. ഹര ഹര മഹാദേവ ശംഭോ ശിവശങ്കര. ഹര ഹര മഹാദേവ ശംഭോ ശിവശങ്കര.
ഹര ഹര മഹാദേവ ശംഭോ ശിവശങ്കര രക്ഷമാം രക്ഷമാം. ഓം നമഃ ശിവായ. 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 ഹര ഹര മഹാദേവ ശംഭോ ശിവശങ്കര. ഓം നമഃ ശിവായ. ഹര ഹര മഹാദേവ ശംഭോ ശിവശങ്കര. ഹര ഹര മഹാദേവ ശംഭോ ശിവശങ്കര. ഹര ഹര. ഇതൊരു ഹോസ്പിറ്റലാണ്, അല്ലാതെ നിങ്ങൾക്ക് ബ്ലാക്ക് മാജിക് കളിക്കാനുള്ള സ്ഥലമല്ല. ഡോക്ടർ, ഹോസ്പിറ്റലിനകത്താണോ മന്ത്രവാദവും പൂജയൊക്കെ? മര്യാദയ്ക്ക് പുറത്തിറങ്ങാം. നിങ്ങളെല്ലാം എഡ്യൂക്കേറ്റഡ് അല്ലേ? നിങ്ങൾ എന്തിനാണ് ഈ നാട്ടുവൈദ്യരെയും മന്ത്രവാദിയെയൊക്കെ ഇതിനകത്തേക്ക് കൊണ്ടുവരുന്നത്? മന്ത്രത്തിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ ഹോസ്പിറ്റലിൽ വന്നേ? പിന്നെ എന്തിനാ മെഡിസിൻസ്? പിന്നെ എന്തിനാ ഞാനിവിടെ നിൽക്കുന്നേ? നിങ്ങൾക്ക് മെഡിക്കൽ സയൻസിനെക്കാളും മന്ത്രവാദികളിലാണ് വിശ്വാസമെങ്കിൽ ദയവ് ചെയ്ത് പേഷ്യന്റിനെ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ചെയ്യും. നിങ്ങളെ കൊണ്ട് കഴിയില്ലെന്നും ജീവൻ തിരിച്ചു കിട്ടാൻ സാധ്യതയില്ലെന്നും പറഞ്ഞില്ലേ? അങ്ങനെയുള്ളപ്പോ മറ്റു കാര്യങ്ങളെപ്പറ്റി കുറ്റം പറയാനുള്ള അവകാശവും അധികാരവും നിങ്ങൾക്കില്ല. ഒരു കാര്യം ഓർത്തോളൂ, ജനനവും മരണവും എന്നുള്ളത് മന്ത്ര യന്ത്ര തന്ത്ര വിധി പ്രകാരമുള്ളതാണ്. നിങ്ങൾക്ക് അസുഖം ചികിത്സിച്ച് മാറ്റാൻ കഴിയുമായിരിക്കും, പക്ഷേ ദോഷം മാറ്റാൻ കഴിയില്ല. നിങ്ങൾക്ക് ഈ പഠിച്ച വൈദ്യമല്ലാതെ കർമ്മസിദ്ധാന്തത്തെ കുറിച്ച് അറിയോ? ഇനി ഇവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്നും എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്നും നിന്റെ കണ്ണു തുറന്ന് കാണ്. ഹര ഹര മഹാദേവ. ഹര ഹര മഹാദേവ ശംഭോ ശിവശങ്കര. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ.